ക്രിസ്ത്യാനികൾക്ക് അവർ പരിചയപ്പെടുത്തി കൊടുത്ത അള്ളാഹുവിൻ്റെ ശൈലി എന്താ, രൂപമെന്താ, വിശ്വാസമെന്താ, കഥയെന്താ ഞാൻ പറയുന്നില്ല. നിങ്ങൾ കേട്ടോളൂ. മുജാഹിദിൽ നിന്ന് അള്ളാഹുവിനെ കുറിച്ച് പഠിച്ച, മുജാഹിദിന്റെ വിശദീകരണം കേട്ട് അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയ അമുസ്ലിങ്ങൾ ഇന്ന് ഇസ്ലാമിനെതിരിൽ തിരിയാൻ തുടങ്ങി, വിശുദ്ധ ഖുർആനിനെതിരിൽ തിരിയാൻ തുടങ്ങി. മിസ്റ്റർ ഫാദർ റജി തോമസ് എന്ന് പറയുന്ന ഒരു ഫാദർ, ഒരു അച്ഛൻ, ക്രിസ്തീയ അച്ഛൻ, പുരോഹിതൻ, മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത് എടക്കരയിൽ വെച്ച് അയാൾ പ്രസംഗിച്ചു. എന്താ? വിശുദ്ധ ഖുർആനിനെ കുറിച്ച്, ഖുർആനിലൂടെ അള്ളാഹുവിനെ കുറിച്ച്, ദൈവത്തെക്കുറിച്ച് നമ്മളിങ്ങനെ പഠിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്. അതെന്താ? ഇയാൾ പറയുന്നു, ഖുർആനിൽ രണ്ടു കാലത്ത് രണ്ട് ഉത്തരമാണ് ഖുർആൻ അള്ളാഹുവിനെ കുറിച്ച്, ദൈവത്തെക്കുറിച്ച് പറയാനുള്ളത്. ശരിയാണ്. ഇയാൾ അക്ബർ മൗലവിയുടെ പ്രസംഗമാണ്, പുസ്തകങ്ങളാണ് ഇയാൾ അവലംബിച്ചത്. അവരാണല്ലോ ഇയാൾക്ക് അള്ളാഹിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തത്. അപ്പൊ ഇയാൾ പറയുന്നു, ഒരു കാലത്ത് അള്ളാഹുവിനെ കുറിച്ച് ചോദിച്ചാൽ ദൈവത്തിന് കൈയില്ല, കാലില്ല, അവയവങ്ങളില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ഈയിടെയായിട്ട് അള്ളാഹുവിന് അവയവങ്ങളുണ്ട്, അതുപോലെ കൈകാലുകളുണ്ട് എന്നൊക്കെ വിശ്വസിക്കാൻ തുടങ്ങി. എന്നാൽ ബൈബിളിനോ എക്കാലത്തും ഒരു മറുപടി മാത്രമേ പറയാനുള്ളൂ. നോക്ക് നിങ്ങൾ. അപ്പൊ ബൈബിളോ ഖുർആനോ ഉത്തമം? ഖുർആനല്ല, ബൈബിളാകുന്നു. ആരാത് പറയുന്നത്? ഫാദർ റജി തോമസ്. കേട്ടോളൂ, അയാളുടെ പ്രസംഗം ഒന്ന് കേട്ടോളൂ നിങ്ങൾ. എന്നാൽ ഖുർആന്റെ ഉപദേശം എന്താണ്? ഖുർആന്റെ ഉപദേശത്തിലേക്ക് വരുമ്പോൾ അവിടെ ആകെ ഒരു സംശയമാണ്. ജനാബ് അക്ബർ മൗലവി ഒരു കാലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നു, അള്ളയ്ക്ക് ജഡമുണ്ടെന്ന് പറയുന്നവൻ അവൻ അവിശ്വാസിയാണ്, അവൻ കാഫറാണ്, അത് ജാതികീയ ചിന്തയാണ് എന്ന് ജനാബ് അക്ബർ മൗലവി ഈ കേരളത്തിൽ ഒരു കാലത്ത് പഠിപ്പിച്ചിരുന്നുവെങ്കിൽ, അതേ ജനാബ് അക്ബർ മൗലവി തന്നെ ഇന്ന് പറയുന്നത് അള്ളയ്ക്ക് കൈയുണ്ട്, കാലുണ്ട്, ശരീരമുണ്ട്, ശിരസ്സുണ്ട്, സിംഹാസനമുണ്ട്. എന്താണ് കാരണം? അന്ന് ജനാബ് അക്ബർ മൗലവി പറഞ്ഞത് ഖുർആന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് ജനാബ് അക്ബർ മൗലവി പറയുന്നതും ഖുർആന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. സുരാകാലികൾ എന്നാണ് പറഞ്ഞത് സൂറത്തുൽ അൻആം എന്നതിനെ കുറിച്ചാ. അൽ അൻആം എന്നതിന് മുജാഹിദിന്റെ പരിഭാഷയിലുള്ളത് കാലികൾ എന്നാണ്. അപ്പൊ ഇയാൾക്ക് അതല്ല അറിയണം, ഇയാൾ സുരാകാലികൾ എന്ന് പറയും. ഇനി ഇയാൾ കുറച്ച് ചെയ്താൽ സുരാ കൂടിയാലോചന എന്ന് പറയും. അത് സൂറത്തു ശൂറ, അതിനെക്കുറിച്ചാണ്, തെറ്റിദ്ധരിക്കണ്ട. പറയട്ടെ അയാൾ. 102 മുതൽ 103 വരെയുള്ള വാക്യങ്ങളിലും സുരാ കൂടിയാലോചന 42ന്റെ 51 വാക്യത്തിലും അള്ളാഹു അദൃശ്യനാണ് എന്നുള്ളൊരു ധ്വനി നമുക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനാബ് അക്ബർ മൗലവി പണ്ടൊരിക്കൽ പറഞ്ഞത് അള്ളയ്ക്ക് ദൃശ്യമായ ഒരു രൂപമില്ല. എന്നാൽ സുരാ 10ന്റെ 3 വാക്യത്തിൽ അള്ളാഹു സിംഹാസനത്തിൽ ഇരിക്കുന്നു. സൂര 55ന്റെ 26 മുതൽ 27 വരെയുള്ള വാക്യത്തിൽ അള്ളാഹുവിനൊരു മുഖമുണ്ട്. സൂര 48ന്റെ 10 അള്ളയ്ക്ക് കൈയുണ്ട്. സൂര 20ന്റെ 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ അള്ളാഹുവിന് കണ്ണുകളുണ്ട്. ഒരു കാലത്ത് ജനാബ് അക്ബർ മൗലവി ഇതൊക്കെ ആലങ്കാരികമാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, ഇന്ന് അതേ ജനാബ് അക്ബർ മൗലവി പറയുന്നത് ആലങ്കാരികമായി നമുക്ക് വ്യാഖ്യാനിക്കുവാൻ കഴിയില്ല, ഇത് അക്ഷരാർത്ഥത്തിൽ തന്നെ വിശ്വസിക്കണമെന്നാണ്. ജനാബ് അക്ബർ മൗലയ്ക്ക് അള്ളാഹുവിന് ദൃശ്യമായ ഒരു രൂപമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ രണ്ട് കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് രണ്ടുത്തരമാണ്, ബൈബിളിന് ഒരു ഉത്തരമാണ്. അപ്പൊ ബൈബിളും ഖുർആനും കൂടി വെച്ച് നോക്കിയാൽ ബൈബിളാണ് ഉത്തമം. ഇയാൾ സ്ഥാപിക്കുന്നത് അതാണ്. നോക്ക് നിങ്ങൾ, ഇതിന് ഉത്തരവാദി ആരാ? വിശുദ്ധ ഖുർആനാണോ? അല്ല. ഈ വിവരമില്ലാത്ത മൗലവിമാർ ഖുർആൻ മുന്നിൽ വെച്ച് തോന്നിയത് പറഞ്ഞതാണ് കുഴപ്പം. അങ്ങനെ ഇയാൾ ചോദ്യം ചെയ്ത് എത്രത്തോളം എന്നറിയോ? മുജാഹിദിന്റെ പരിഭാഷ അതിൽ കാണാം. എല്ലാ പരിഭാഷകളിലും കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹഹു, എല്ലാ വസ്തുക്കളും അവസാന ഖിയാമത്ത് നാളാകുമ്പോൾ നശിക്കും. ഇല്ലാ വജ്ഹഹു, അള്ളാഹുവിന്റെ മുഖമൊഴിച്ച് എന്ന് മുജാഹിദിന്റെ പരിഭാഷയിൽ എല്ലാം നശിക്കും, അള്ളാഹുവിന്റെ മുഖം മാത്രം അവശേഷിക്കും. അപ്പൊ മുജാഹിദിന്റെ പരിഭാഷ വെച്ചുകൊണ്ട്, മൗലവിമാരുടെ പഠനം മുന്നിൽ വെച്ചുകൊണ്ട് ഫാദർ ചോദിക്കുകയാണ്, ഇതെന്ത് ദൈവമാണ്? കൈ നശിക്കും, കാല് നശിക്കും, നിങ്ങൾ പറഞ്ഞ ഊര നശിക്കും, എല്ലാം നശിക്കും ഈ ദൈവത്തിന്റെ, എന്നിട്ട് ആ ദൈവത്തിന്റെ മുഖം മാത്രം ഇങ്ങനെ അവശേഷിക്കുന്നു. ഇങ്ങനത്തെ ഒരു വികൃതമായ ദൈവം, അങ്ങനെ ഒരു ദൈവമുണ്ടോ? ഇയാൾ ചോദിക്കുക. ഇതിനൊക്കെ കാരണക്കാരാരാ?
മുജാഹിദ് മൗലവിമാർ, ഖുർആൻ അറിയാത്തവർ, ഹദീസ് പഠിക്കാത്തവർ, ഈ മൗലവിമാർ വിവരമില്ലാതെ ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ച് തോന്നിയത് പറയുന്നു. കേട്ടോളൂ, ഫാദർ റജി തോമസ് തന്നെ പറയുന്നത് നിങ്ങൾ കേൾക്കണം. എത്രമാത്രം അപകടകരമാണ് ഇവരുടെ ഈ ഗവേഷണം, ഈ ദുർവ്യാഖ്യാനങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജനാബ് അക്ബർ മൗലവിയുടെ ഇന്നത്തെ വ്യാഖ്യാന ശാസ്ത്രം എടുക്കുകയാണെങ്കിൽ ജനാബ് അക്ബർ മൗലവി പറയുന്നത് ഇതെല്ലാം നാം അക്ഷരാർത്ഥത്തിൽ തന്നെ ഖുറാനിൽ നിന്ന് വായിക്കണമെന്നാണ്. കഷ്ടമെന്ന് പറയട്ടെ, ജനാബ് അക്ബർ മൗലവിയുടെ വ്യാഖ്യാന ശാസ്ത്രം നാം അതേപോലെ എടുക്കുകയാണെങ്കിൽ സൂറ 28-88 പറയുന്നത് അല്ലാഹുവിന്റെ മുഖമൊഴികെ സകലവും നശിച്ചു പോകും. അള്ളയുടെ കൈകാലുകൾ നഷ്ടപ്പെട്ട്, അള്ളയുടെ ദേഹം ശിരസിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട്, മുഖം മാത്രമായി ജനാബ് അക്ബർ മൗലവി പറയുന്ന എല്ലാം നമ്മൾ അങ്ങ് അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കണമെന്നാണ്. അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നു എന്നേ ഉള്ളൂ. ജനാബ് അക്ബർ മൗലവിയുടെ അതേ വ്യാഖ്യാന ശാസ്ത്രം എടുക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനം അള്ളാഹു ശിരസിൽ നിന്ന് ഉടൽ വിച്ഛേദിക്കപ്പെട്ട് കൈകാലുകൾ നഷ്ടപ്പെട്ടവനായി മുഖം മാത്രമായി ശേഷിക്കുന്ന ഏതോ ഒരു ആത്മാവാണ്. ഇത് നമ്മുടെ ദൈവം അല്ലേ? അല്ല, ഞങ്ങളുടെ ദൈവവും അല്ലേ? അല്ല, അത് മുജാഹിദിന്റെ മാത്രം ദൈവമാകുന്നു. സഹോദരന്മാരെ, അങ്ങനെയുണ്ടോ? ഇതാ ഞാൻ പറയുന്നത്. ഇത് ഖുർആനും സുന്നത്തും അവർ മുന്നിൽ വെക്കുന്നു, എന്നിട്ട് തോന്നിയത് പറയുന്നതാണ്. ഇത് മതമല്ല, ഇത് ദീനല്ല, ഇത് തൗഹീദല്ല, ഇത് വിശ്വാസമല്ല. എല്ലാ വിഷയത്തിലും അങ്ങനെയാണ്. കഴിഞ്ഞ 70 കൊല്ലക്കാലം മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിച്ചപ്പോ അവർ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കാൻ വേണ്ടി അവർ മെനഞ്ഞെടുത്ത ഒരു ആദർശം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത് എന്നറിയോ? അവർക്ക് കാര്യമായി പറയാനുള്ളത്, നമ്മൾ മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിക്കുന്നു, അല്ലെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുന്നു, അത് ശിർക്കാണ്. എന്താ ശിർക്കാവാനുള്ള കാരണമെന്നോ? അത് അഭൗതിക മാർഗത്തിലൂടെയുള്ള, മറഞ്ഞ വഴിയിലൂടെയുള്ള, കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമുള്ള ഒരു രൂപത്തിൽ മഹാത്മാക്കളോട് തേടലാണ്, വിളിക്കലാണ്, അവരോട് സഹായം ചോദിക്കലാണ്. അതുകൊണ്ട് തന്നെ അത് ആരാധനയാണ്, അത് ശിർക്കാണ്. അന്ന് മുജാഹിദ് മൗലവിമാർ എല്ലാവരും എഴുതുകയും പറയുകയും ചെയ്തിരുന്ന ഒരു നിർവചനമാണിത്. എന്താണ്? അഭൗതിക മാർഗത്തിൽ മനുഷ്യ കഴിവിന് അതീതമായ രൂപത്തിൽ ഒരു സൃഷ്ടിയോട് സഹായം ചോദിക്കുന്നു. എന്താ കാരണം? മനുഷ്യരായ ആളുകൾക്ക് നമുക്കെല്ലാവർക്കും അറിയാം, നമുക്കൊക്കെ സഹായിക്കാനുള്ള, സാധാരണ മനുഷ്യരായ നമുക്ക് സഹായിക്കാൻ ചില കഴിവുകളുണ്ട്, പരിമിതികളുണ്ട്. എന്നാൽ നമ്മൾ ഇവിടെ നിന്ന് ബഗ്ദാദിലുള്ള മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ മദീനത്തുള്ള ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുന്നു, സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദീ ഖല്ലത് ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനെ നമ്മൾ വിളിക്കുകയാണ്. ആ മദീനയിലുള്ള റസൂലുള്ളാഹിനെ വിളിക്കുമ്പോ ഇത്രയും അകലങ്ങളിൽ, കാതങ്ങൾ അകലെയുള്ള റസൂലുള്ളാഹി തങ്ങൾക്ക് നമ്മുടെ വിളി കേൾക്കാൻ കഴിയില്ല, ഉത്തരം ചെയ്യാൻ കഴിയില്ല, സഹായിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ള ഒരു സംഗതിയാണ്. മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ള ഒരു സഹായം ചോദിച്ചാൽ അത് ശിർക്കാണ്, അത് കുഫറാണ്. മുജാഹിദ് ഇക്കാലം എത്രയും പഠിപ്പിച്ച തൗഹീദാണിത്. ആരാധനയ്ക്ക് അവർ പഠിപ്പിച്ച നിർവചനമായിരുന്നു സഹോദരന്മാരെ അവർ ഈ പറഞ്ഞിരുന്നത്. എന്നാ നിങ്ങൾക്കറിയോ, മുജാഹിദിനോട് അന്ന് മുതൽ നമ്മുടെ പണ്ഡിതന്മാർ ചോദിക്കാൻ തുടങ്ങിയ ഒരു ചോദ്യമായിരുന്നു, നിങ്ങളുടെ ഈ നിർവചനം വിഡ്ഢിത്താണ്, ഇത് പറയരുത്. കാരണം മനുഷ്യരുടെ കഴിവിൽപ്പെട്ടത് മാത്രമേ തേടാവൂ, അതിൻ്റെ അപ്പുറത്ത് തേടിയാൽ, അള്ളാഹു അല്ലാത്ത ഒരാളോട് തേടിയാൽ ശിർക്കാകുന്നു പറഞ്ഞാൽ നിങ്ങൾ ഈ പഠിപ്പിക്കുന്ന സിദ്ധാന്തം തെറ്റാണ്. നിങ്ങൾക്കറിയില്ലെങ്കിലും ചിന്താശൂന്യത കൊണ്ടാണ് നിങ്ങളിത് പറയുന്നത്. എന്താ കാരണം? മനുഷ്യരുടെ കഴിവിൽ പെടാത്തത്. നമ്മുടെ നാട്ടിൽ ഒരു കള്ളൻ കയറി ഒരു വീട്ടിൽ. ആ കള്ളനെ പിടിക്കാനും അന്വേഷിക്കാനും വേണ്ടി ഒരു പോലീസിനെ വിവരം അറിയിച്ചപ്പോൾ പോലീസ് നായയുമായിട്ടാണ് പോലീസുകാർ വന്നത്. അങ്ങനെ പോലീസ് നായയോട് സഹായം തേടുമ്പോൾ മനുഷ്യൻ്റെ കഴിവിൽ അപ്പുറത്തുള്ള സംഗതിയാണ്. അത് ശിർക്കാവൂലേ? നിങ്ങൾ എന്താണ് ഈ വിഡ്ഢിത്തം പറയുന്നത് എന്ന് അന്ന് ചോദിച്ചു നമ്മുടെ ഉലമാക്കൾ. അതുപോലെ നമ്മുടെ വീടുണ്ടാക്കാൻ ഒരു മരം വലിക്കണം, നമുക്ക് ഒരു മരം കൊണ്ടുവരണം. അതിന് മനുഷ്യരായ നമ്മളെ കൊണ്ട് കഴിയില്ല. ഒരാനയെ പിടിച്ച് ആന എത്ര വലിയ മരവും ആന പിടിച്ചു കൊണ്ടുവരും അല്ലേ? അങ്ങനെ പിടിച്ചു കൊണ്ടുവന്നാൽ നിങ്ങളുടെ വാദമനുസരിച്ച് മനുഷ്യന്റെ കഴിവിന്റെ അപ്പുറത്തുള്ള കാര്യമാണ്, സഹായം തേടൽ ശിർക്കാണ് എന്ന് വരൂലേ? ഇതൊക്കെ വിഡ്ഢിത്താണ്.
എന്ന് അന്ന് നമ്മുടെ ഉലമാക്കൾ അന്ന് മുതൽ പറയാൻ തുടങ്ങി. മുജാഹിദിന് അത് ഏശിയില്ല, തലയിലേക്ക് ഇത് കയറി കിട്ടണ്ടേ, കിട്ടുന്നില്ല. അത് ശിർക്കല്ല, അത് നിങ്ങൾ ശിർക്കാണ്, നിങ്ങളെ വാദം ശരിയല്ല. സുന്നികളായ നമ്മൾ പറഞ്ഞു, പക്ഷേ മുജാഹിദുകൾക്ക് അത് ഏശിയില്ല, മനസ്സിലായില്ല. ഇപ്പൊ 80 കൊല്ലം കഴിഞ്ഞപ്പോൾ മുജാഹിദിന് അത് ഓടി. എന്നിട്ട് മുജാഹിദ് പറയാണ് ആ വാദം ശരിയല്ല. മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിച്ചാൽ ശിർക്കാണ് എന്ന് പറയുന്നത് ശരിയല്ല. മുജാഹിദ് ഇപ്പൊ സമ്മതിക്കുകയാണ്. നമ്മൾ പറഞ്ഞ അതേ ഉദാഹരണം പറഞ്ഞുകൊണ്ട് മുജാഹിദ് തന്നെ 75 കൊല്ലക്കാലം മുജാഹിദ് സ്വീകരിച്ചു പോന്ന ഒരു സിദ്ധാന്തം അവര് തന്നെ പൊളിച്ചെഴുതുന്നത് കേട്ടോളൂ നിങ്ങൾ. മനുഷ്യ നിർമ്മിതമായ തൗഹീദുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണത്. വെച്ചുകൊടുക്ക കേട്ടോളൂ, സക്കരിയ സലാഹി പറയുന്നത് കേൾക്കാം. എന്നാൽ ഈ സുല്ലമി പറയുന്നു, മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്ത ആരോട് സഹായം തേടിയാലും ശിർക്കാണ്. അപ്പോ നമുക്ക് വലിയൊരു മരം വലിക്കണം, മനുഷ്യന്മാരെ കൊണ്ട് വലിച്ചാക്കാവൂല. അപ്പൊ നമ്മളൊരു ആനയെ കൊണ്ടുവന്നു, അതോടുകൂടി സുല്ലമിന്റെ കണക്കനുസരിച്ച് ശിർക്കായി. കാരണം മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ ആനയോട് സഹായം തേടിയില്ലേ? അതുപോലെ തന്നെ ഒരു കളവ് തെളിയിക്കാൻ എല്ലാ നിലക്കും ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. അപ്പോ CIയും SI ഒക്കെ കൂടി ഒരു പോലീസ് നായയെ കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ പോലീസ് നായയുടെ സഹായം തേടി മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ള കാര്യത്തിൽ അപ്പൊ ശിർക്കായി. ഉളുപ്പുണ്ടോ മടവൂരികളെ നിങ്ങൾക്ക്? ഇയാൾ പറയുന്ന വിടുവായി ഞങ്ങൾ പറയുന്നത് മടവൂരികൾക്ക് മാത്രമല്ല, ഇവർക്കും ഉളുപ്പില്ലാതാണ് ഞങ്ങൾ പറയുന്നത്. കാരണം ഇത് രണ്ടു കൂട്ടരും അംഗീകരിച്ചു വന്നിരുന്ന നിർവചന നമ്മൾ പറഞ്ഞ് ഇപ്പൊ ഇവർക്ക് കുറേശ്ശെ തലമ കയറി. പക്ഷെ മടവൂരികൾ ഇപ്പോഴും പഴയ നിർവചനത്തിൽ പിടിച്ചു തൂങ്ങുക. എന്നിട്ട് ഇവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? ഇത് നമ്മൾ ഇവരോട് ചോദിക്കേണ്ട ചോദ്യമാണത്. ഈ നിർവചനം വെച്ചുകൊണ്ടാണ് നമ്മെ മുശ്രിക്കാക്കിയിരുന്നത്, കാഫിറാക്കിയിരുന്നത്. നിങ്ങൾ ചിന്തിക്കണം. എന്താ? മദീനയിലുള്ള ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ അല്ലെങ്കിൽ വഫാത്തായ നബി തങ്ങളെ വിളിച്ചുകൊണ്ട് നമ്മൾ സഹായം തേടുകയാണ്, ചോദിക്കുകയാണ്. അത് ശിർക്കാണ്, കുഫറാണെന്ന് മുജാഹിദുകൾ പഠിപ്പിക്കുന്നു. നിങ്ങൾ ചിന്തിക്കണം സഹോദരങ്ങളെ. നമുക്കറിയാം, ചരിത്രമെടുത്തു പരതിയാൽ ലോകത്ത് കഴിഞ്ഞുപോയ മഹാത്മാക്കളായ ആളുകളൊക്കെ തന്നെയും ആവശ്യമായ സജ്ജീകരണങ്ങളൊക്കെ വരുത്തണം. എന്നിട്ടോ അവസാനം കുളിപ്പിച്ച് കഫൻ ചെയ്ത് എല്ലാം ക്ലിയറാക്കി റസൂലുള്ളാന്റെ ആ ഹുജറാ ഷരീഫിന്റെ ആ ജാറത്തിന്റെ ആ വാതിലിന്റെ അരികിൽ നിങ്ങൾ എന്നെ വെച്ചുകൊണ്ട്, എൻ്റെ മയ്യത്ത് ജനാസ വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് റസൂലുള്ളാഹിനോട് സമ്മതം ചോദിക്കണേ. അങ്ങനെ സമ്മതം ചോദിച്ച് സമ്മതം കിട്ടിയാൽ മാത്രമേ നിങ്ങൾ അങ്ങോട്ട് പ്രവേശിപ്പിക്കാവൂ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വസിയ്യത്ത് ചെയ്യുകയാണ്. ഇമാം റാസി തന്റെ തഫ്സീറുൽ കബീറിൽ ഈ സംഭവം രേഖപ്പെടുത്തി വെക്കുന്നു. മഹാനവറുകൾ വഫാത്തായപ്പോ സ്വഹാബികൾ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ കുളിപ്പിച്ചു, കഫൻ ചെയ്തു, എല്ലാം കഴിഞ്ഞു, ജനാസ എടുത്തു. ഇലാ ഹദ്റത്തി റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ ആ തിരുശരീരം മറവ് ചെയ്യപ്പെട്ട ഹുജറാ ഷരീഫ്, റൗളാ ഷരീഫിന്റെ തിരുമുറ്റത്ത് കൊണ്ടുവെച്ചുകൊണ്ട് അവർ പറയുകയാണ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഹാദാ അബൂബക്കറിൻ യസ്തഅ്ദിനു യാ റസൂലല്ലാഹ്. തങ്ങളെ ഇതാ സിദ്ദീഖുൽ അക്ബർ, ഇതാ അവരുടെ ജനാസയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്, തങ്ങളോട് സമ്മതം ചോദിക്കുന്നു എന്നങ്ങ് പറഞ്ഞപ്പോൾ ആരംഭ റസൂലിന്റെ ഹുജറാ ഷരീഫിൽ നിന്ന് ഒരു വിളിയാളം കേൾക്കുന്നു. മിൻ ദാഖിലിൽ മൈതി ബൈതി, ആ റൂമിന്റെ ഉൾഭാഗത്ത് നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്. എന്താണ് അവിടെന്ന് പറഞ്ഞതെന്നോ? അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ് ഫഇന്നൽ ഹബീബ ഇലൽ ഹബീബി മുഷ്താഖ്. എൻ്റെ ഹബീബിനെ നിങ്ങൾ ആ ഹബീബിനെ എന്നിലേക്ക്, അദ്ദേഹത്തിന്റെ ഹബീബായ എന്നിലേക്ക് നിങ്ങൾ പ്രവേശിപ്പിക്കുവീൻ. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹുജറാ ഷരീഫിൽ നിന്ന് വിളിയാളം വരുന്നു. അങ്ങനെ സ്വഹാബികൾ അവിടെ അദ്ദേഹത്തെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ മറവ് ചെയ്യുന്നു. ഇമാം റാസി തന്റെ തഫ്സീറുൽ കബീറിൽ 21-ാമത്തെ വാല്യം 74-ാമത്തെ പേജിൽ ഇത് രേഖപ്പെടുത്തി വച്ചത് കാണാം. ഹിജ്റ 360-ൽ വഫാത്തായ അല്ലാമ ആജുരി തന്റെ കിതാബു ശരീഅ എന്ന ഗ്രന്ഥത്തിൽ
സഹോദരങ്ങളെ, 5-ാമത്തെ വാള്യം 70-ാമത്തെ പേജിൽ മഹാനവറുകളും ഇത് രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയുന്നു. ലോകത്ത് വഫാത്തായ നബി തങ്ങളോട് സങ്കടം പറയുന്ന കാര്യം ലോകത്ത് ആദ്യമായി പഠിപ്പിച്ചു തന്നത് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. മാത്രമല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് കഴിഞ്ഞു പോയ സ്വഹാബികൾ, താബിഉകൾ എല്ലാവരും അത് പഠിപ്പിച്ചു തന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. വിശദീകരിക്കാൻ എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മാത്രമല്ല, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ രൂക്ഷമായ ജലക്ഷാമമുണ്ടായി, മഴയില്ല, ആളുകൾ വിഷമിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹളറത്തിന്റെ റസൂലുള്ളാഹിന്റെ ഹളറത്തിലേക്ക്, അതാ വഫാത്തായി ഖബറിൽ കിടക്കുന്ന നബി തങ്ങളുടെ ഹളറത്തിലേക്ക് സ്വഹാബിയായ ബിലാൽ ഇബ്നുൽ ഹാരിസിൽ മുസനി എന്ന സ്വഹാബി വര്യൻ ചെല്ലുന്നു. എന്നിട്ട് പറയുന്നത് എന്താ? യാ റസൂലല്ലാഹ് ഇസ്തസ്ഖി ലി ഉമ്മതിക ഫഇന്നഹും ഖദ് ഹലകൂ. അങ്ങയുടെ സമുദായം മഴയില്ലാതെ വിഷമിക്കുന്നു നബിയെ, ഞങ്ങൾക്ക് മഴ ലഭിക്കാൻ ആവശ്യമായത് ചെയ്തു തരണം, അള്ളാഹുവിനോട് മഴ തേടണം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് ശേഷം ജീവിച്ച ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കാലഘട്ടത്തിലായി നടക്കുന്നത്, ചെയ്യുന്നത് സ്വഹാബിയാണ്. ബിലാൽ ഇബ്നുൽ ഹാരിസിൽ മുസനി എന്ന സ്വഹാബി വര്യനാണ്. ചരിത്രം അത് സാക്ഷ്യപ്പെടുത്തുന്നു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ അരികിൽ ചെന്ന് ഇദ്ദേഹം പറയുന്നു, ഞാൻ ഇപ്രകാരം ചെയ്തു, മഴ ലഭിക്കുമെന്ന സന്തോഷ വാർത്ത റസൂലുള്ളാഹിയിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. സ്വപ്നത്തിൽ ഞാൻ റസൂലുള്ളാഹിയെ കണ്ടു, മഴ ലഭിക്കുമെന്ന് എന്നോട് അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു സലാം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് എന്നങ്ങ് പറയുമ്പോ സിദ്ദീഖ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താ? ഓ, നീ ചെയ്തത് ശിർക്കായി പോയി. വഫാത്തായ നബി തങ്ങളുടെ അരികിൽ ചെന്ന് സഹായം ചോദിക്കാൻ പാടില്ല, അത് ശിർക്കാണ്, അവൻ മുശ്രിക്കാണ്, കാഫിറാണ്, അബൂജഹലിനേക്കാളും വലിയ മുശ്രിക്കാണ് എന്നല്ല പറഞ്ഞത്. പോകട്ടെ, അത് ഹറാമാണെന്ന് പറഞ്ഞിട്ടില്ല, ഖിലാഫുൽ ഔലയാണെന്ന് പോലും പറഞ്ഞില്ല. അവരത് അംഗീകരിക്കുന്നു. ഫബക്കാ ഉമറു, റസൂലുള്ളാഹി എനിക്ക് സലാം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് കേട്ടപ്പോ സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. 15ഓളം ഹദീസ് പണ്ഡിതന്മാരും ചരിത്ര പണ്ഡിതന്മാരും രേഖപ്പെടുത്തി വെച്ച സംഭവം. ലോകത്തെ എല്ലായിടത്തും സഹോദരന്മാരെ, സ്വഹാബത്ത്, താബിഉകൾ, തബഉ താബിഉകൾ, 14 നൂറ്റാണ്ട് കാലം ജീവിച്ച മഹാത്മാക്കളൊക്കെ കാണിച്ചു തന്ന പാരമ്പര്യമാണിത്. നമ്മുടെ രാജ്യത്തെ മുജാഹിദുകളോ അവർ പറയുന്നത് മനുഷ്യന്റെ കഴിവിൽപ്പെടാത്തത് ചോദിച്ചാൽ ശിർക്കാവും കുഫ്റാകുമെന്നാണ്. ഇത് മനുഷ്യർ നിർമ്മിച്ച, മൗലവിമാർ നിർമ്മിച്ച ഇസ്ലാമാണ്, അത് തൗഹീദല്ല. ഇതാ ഞാൻ പറയുന്നത്, പൂർവീകർ പഠിപ്പിച്ച ഇസ്ലാം, ആ ഇസ്ലാമാണ് സുന്നത്ത് ജമാഅത്ത്, അത് മാത്രമേ സ്വർഗത്തിലേക്ക് എത്തുകയുള്ളൂ. ഇതിനെ അപവാദമായി ഇതിൽ നിന്ന് മറുകണ്ഠം ചാടിയാൽ പിന്നെ എത്തിപ്പെടുന്നത് എന്തെന്ന് പറയാൻ കഴിയാത്ത വിദണ്ഡവാദത്തിലേക്കാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. നോക്ക് നിങ്ങൾ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള വിശ്വാസം എന്താ? നമ്മുടെ രാജ്യത്തെ മുജാഹിദ് മൗലവിമാർ വിശ്വസിക്കുന്നത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാധാരണ മനുഷ്യനാകുന്നു എന്ന. അവർ എഴുതിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ ശബാബിൽ, കേവലം സാധാരണ മനുഷ്യനാകുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മഅദല്ലാഹ്. ഒരു മൗലവി പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. അബ്ദുസ്സലാം സുല്ലമി എന്ന് പറയുന്ന മുജാഹിദിന്റെ വലിയൊരു മൗലവിയാണ്. അയാൾ പറയുന്നത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു പ്രത്യേകതയുമില്ല, അമാനുഷികമായി ഒന്നുമില്ല, സാധാരണ മനുഷ്യനാകുന്നു. കേട്ടോളൂ. നബിക്ക് ആദർശജ്ഞാനല്ലോ, അസാധാരണ മനുഷ്യനാണ് നബിയെങ്കിൽ അസാധാരണ കഴിവുണ്ട് ഇല്ല, സാധാരണ കഴിവ് മാത്രം നബിക്ക് സാധാരണ കഴിവ് മാത്രമേ ഉള്ളൂ. അസാധാരണ കഴിവ് വേണ്ടേ? അതില്ല. അദൃശ്യജ്ഞാനമില്ല, സാധാരണ കഴിവ് മാത്രമേ നബിക്കുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഒരു അമാനുഷികമായ അസാധാരണമായ ഒരു കഴിവില്ല. എത്ര പച്ചയായിട്ടാണ് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്നത്. എന്നിട്ട് ഇയാൾ പറയുന്നത് എന്താ? ഇയാൾ പറയുന്നത് മുജാഹിദിന്റെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതൻ എന്ന് അവർ പരിചയപ്പെടുത്തുന്ന വ്യക്തിയാണ്. ഇയാൾ പറയുന്നത് മുജാഹിദിന്റെ, ഇയാൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് നമ്മളൊക്കെ തന്നെയാണ് ഔലിയാന്ന. അപ്പൊ അള്ളാന്റെ ഔലിയായ ആളാണ്. അയാളെ ഭാഷയിൽ ഒന്ന് വെച്ചു കൊടുത്ത ആളെ അവകാശവാദം നിങ്ങളൊന്ന് കേട്ടോളൂ. ഞാനും നിങ്ങളും തന്നെയാണ് അള്ളാന്റെ ഔലിയാക്കള്. ഒരു അള്ളാന്റെ ഔലിയാണത്. ഇതൊക്കെ നിങ്ങൾ ഈ ഔലിയ പറയുന്ന കോലാണിത്. എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു അമാനുഷികതയുമില്ല, ഒരു അസാധാരണത്വമില്ല, സാധാരണ മനുഷ്യനാണ്. മഅദല്ലാഹ്. ഇസ്ലാമിക ചരിത്രം ഇവർക്കറിയോ?
സഹോദരന്മാരെ, നൂറുകണക്കിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്തുണ്ടായ അമാനുഷികതകൾ എത്രയാണ്! 1, 2, 10, 100, 200, 1000, 2000 എത്ര സന്ദർഭത്തിൽ സ്വഹാബത്ത് പറയുന്നു, ഞങ്ങൾ ഹുനൈൻ യുദ്ധമാണെന്ന് ഓർക്കുന്നു, ഞങ്ങൾക്ക് ഒരു യുദ്ധത്തിന് ഞങ്ങൾ പോവുകയാണ്, കുളിക്കാൻ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, പ്രയാസപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സങ്കടം പറഞ്ഞു. അപ്പം നബി തങ്ങൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ചെറിയ പാത്രത്തിൽ തന്റെ കൈ അങ്ങ് വെക്കുന്നു. അങ്ങനെ വെച്ചപ്പോൾ ഫജഅലൽ മാഉ യഫൂറു മിൻ ബൈനി അസ്വാബിഇഹി, ആരംഭ റസൂലുള്ളാഹിന്റെ കൈവിരകൾക്ക് ഇടയിൽ വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്യുന്നു, ഉറവ വെട്ടി ഒലിക്കുന്നത് പോലെ. സഹാബത്ത് പറയുന്നു, ഞങ്ങൾ 100,000 ആളുകൾ ഉണ്ടെങ്കിൽ തന്നെയും അവർക്ക് കുടിക്കാനും കുളിക്കാനും പറ്റുന്ന വെള്ളം, അത്രയും വെള്ളമാണ് അതിൽ നിന്ന് കൂടെ നിർഗളിച്ചത്. മുജാഹിദ് പറയുന്നതോ അസാധാരണമായി നബി തങ്ങൾക്കൊന്നുമില്ല, 100 പറയാനുണ്ട്, 100. അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് ഇവർ വിശ്വസിക്കുന്ന വിശ്വാസമാണിത്. സഹോദരന്മാരെ, എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഇവർ മോശമായി പറഞ്ഞത്. ഇപ്പോൾ ഒരു മുജാഹിദ് മൗലവി പറയാൻ തുടങ്ങി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ വരെ ഇവരിപ്പോൾ തർക്കം കൊണ്ടുവരികയാണ്. ലോകത്തെല്ലാവർക്കും അറിയാം, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് അത് റബീഉൽ അവ്വൽ മാസത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം. മുസ്ലിം ലോകത്ത് റബീഉൽ അവ്വൽ മാസത്തിൽ പല രാഷ്ട്രങ്ങളിലും 50ഓളം രാഷ്ട്രങ്ങൾ റബീഉൽ അവ്വൽ മാസത്തിൽ അവധിയുള്ളവരാണ്. റബീഉൽ അവ്വൽ 12 നബി തങ്ങളുടെ ജന്മത്തോടനുബന്ധിച്ച് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് VP സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് നബിദിനം പൊതു അവധിയായി പ്രഖ്യാപിക്കപ്പെട്ടത് നമുക്കറിയാം. അയാൾക്ക് വരെ അറിയും റസൂലുള്ളാഹി ജനിച്ചത് റബീഉൽ അവ്വൽ 12 നാം മുജാഹിദുകൾ ആ ചരിത്രം തിരുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് എന്താ? റസൂലുള്ളാഹി ജനിച്ചത് റബീഉൽ അവ്വൽ 12 റബീഉൽ അവ്വൽ മാസത്തിലല്ല, റമളാനിലാണ് നാം പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടത്? ഞാൻ കേൾപ്പിച്ചുതരാം. മുജാഹിദിൻ്റെ മൗലവി, ഇയാൾ മുജാഹിദ് ബാലുശ്ശേരി, അയാൾ പറയുന്നത് കാണാൻ നമുക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് അത് റമളാനിലാകുന്നു. ദിനം ആ ജനിച്ചതും റബീഉൽ അവ്വലിനല്ല, റമളാനിലാണ്. മുഹമ്മദ് നബിയായത് റമളാനിലാണ്. അല്ലേ അല്ലേ അല്ലേ? ആർക്കാ അതിലെതിരെ അഭിപ്രായം? ദിനം ആ ജനിച്ചതും റബീഉൽ അവ്വലിനല്ല, റമളാനിലാണ്. മുഹമ്മദ് നബിയായത് റമളാനിലാണ്. അല്ലേ അല്ലേ അല്ലേ? ആർക്കാ അതിലെതിരെ അഭിപ്രായം? ദിനം ആ ജനിച്ചതും റബീഉൽ അവ്വലിനല്ല, റമളാനിലാണ്. മുഹമ്മദ് നബിയായത് റമളാനിലാണ്. അല്ലേ അല്ലേ അല്ലേ? ആർക്കാ അതിലെതിരെ അഭിപ്രായം? ആർക്കാ എതിരായി? വെള്ളിയാഴ്ചത്തെ ഖുതുബയാണ് ഇപ്പത്. വെള്ളിയാഴ്ച നടന്ന ഖുതുബയാണ്. ഖുതുബ നടത്തുമ്പോൾ ആർക്കതിരെ അഭിപ്രായം ചോദിക്കാന്നല്ല മറുപടി പറയാനുള്ള അവസരമില്ലല്ലോ. ആർക്കാ ഇതിന് അഭിപ്രായം എന്ന് പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. എന്നിട്ട് മൂപ്പരെന്നെ ചോദിക്കുന്ന അടുത്ത ചോദ്യം കാണാം. എന്താ? ഇവിടെ ഈ ഇരിക്കുന്നവരിൽ ആരാണുള്ളത് റബീഉൽ അവ്വൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എന്ന് പറയാൻ കഴിവുള്ളവർ, കെൽപ്പുള്ളവർ ആരാ അവിടെ ഉള്ളത് എന്ന് വെല്ലുവിളിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12 ജനിച്ചത് എന്ന് എഴുന്നേറ്റ് നിന്ന് പറയാൻ ധൈര്യമുള്ള ആരുണ്ട് ഈ സദസ്സിൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റബീഉൽ അവ്വൽ 12 ജനിച്ചത് എന്നതിന് യാതൊരു തെളിവുമില്ല. യാതൊരു തെളിവുമില്ല. റസൂല് ജനിച്ചത് റബീഉൽ അവ്വൽ 12 തെളിവില്ല. റസൂല് ജനിച്ചത് റമളാനിലാകുന്നു. നിങ്ങൾ നോക്കണം. മുജാഹിദുകൾ ചരിത്രത്തെ തന്നെ കുഴിച്ചു മൂടാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും റബീഉൽ അവ്വൽ മാസമാകുമ്പോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കീർത്തനങ്ങളെ കൊണ്ട് ശബ്ദമുഖരിതമാകുന്ന ധന്യമുഹൂർത്തമാണ്. അന്ത തത്ലഉ ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽ വാശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഉൽ അബ്തഹി വൽ ഹബീബിൽ അറബി. മുസ്ലിം ലോകം റസൂലുള്ളാഹിന്റെ അപദാനങ്ങൾ വാഴ്ത്തുന്നു. പക്ഷേ മുജാഹിദുകൾ ഈ ചരിത്രത്തെ തമസ്കരിക്കാനും അത് കുഴിച്ചു മൂടാനുമാണ് ശ്രമിക്കുന്നത്. എന്നാ വേറൊരു മുജാഹിദ് മൗലവി പറഞ്ഞത് എന്താ? ആരുണ്ട് ഇവിടെ 12 റസൂല് ജനിച്ചത് 12 പറയാൻ കഴിവുള്ളവർ എന്ന് വെല്ലുവിളിക്കുമ്പോൾ മറ്റൊരു മുജാഹിദ് 27 നമ്പർ ഉണ്ടോ? അത്
മുജാഹിദ് മൗലവി പറയുന്നു റബീഉൽ അവ്വൽ 12-നാണ് റസൂൽ ജനിച്ചത്. മുജാഹിദിന്റെ മറ്റൊരു നേതാവുണ്ട് അനസ് മൗലവി, അയാൾ പറയുന്നു വെച്ചു കൊടുക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വലിലാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. അത് വേറൊരു മൗലവിയാണ്. അത് മുജാഹിദിന്റെ പഴയ ഷീട്ടാണ്. ഓരോ കാലത്തും വരുന്ന ഷീട്ടുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതാണത്. ആപ്പീസിൽ നിന്ന് ഓരോ ഷീട്ട് കൊടുക്കും. അപ്പോൾ പുതിയ ഷീട്ടിലുള്ളത് റബീഉൽ അവ്വൽ 12 അല്ലാന്നാ. പഴയ ഷീട്ടിലുള്ള പ്രസംഗമാണ് ഇത് റബീഉൽ അവ്വൽ 12 നോക്ക് നിങ്ങൾ. ചരിത്രത്തെ തന്നെ തമസ്കരിക്കുകയും കുഴിച്ചു മൂടുകയും ചെയ്യുന്ന പ്രവണത. ഇങ്ങനെ എന്തെല്ലാം. അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് വേറൊരു മൗലവിയുണ്ട്, സക്കരിയ സലാഹി. അയാൾ പറയുന്നത് അതിലേറെ സങ്കടം. അള്ളാഹുവിൻ്റെ റസൂല് ജനിക്കുമ്പോൾ നമുക്കറിയാം അത്ഭുതങ്ങളുടെ കലവറയായിരുന്നുവല്ലോ ഉണ്ടായിരുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് കൊട്ടിഘോഷിക്കുന്ന ആളുകൾക്ക് ഇത് സമ്മതിക്കാൻ കഴിയില്ല, ഇത് അംഗീകരിക്കാൻ കഴിയില്ല. നിരവധി ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ അല്ലേ. അള്ളാഹുവിൻ്റെ റസൂല് ജനിക്കുമ്പോൾ സാവതടാകം വറ്റി വരളുന്നു, ബിംബങ്ങൾ തലകുത്തി വീഴുന്നു. അതുപോലെ പേർഷ്യക്കാരുടെയും റോമക്കാരുടെയും ആരാധന ചെയ്തിരുന്ന അവരുടെ ആ ആരാധനാ കേന്ദ്രങ്ങൾ തകരുന്നു. അതുപോലെ തന്നെ അവരുടെ തീ അണഞ്ഞു പോകുന്നു. ഇതൊക്കെ ചരിത്രത്തിൽ കാണാം, ഹദീസുകളിൽ കാണാം. പക്ഷെ മുജാഹിദ് പറയുന്നത് അതൊന്നും ശരിയല്ല, അതൊന്നും അംഗീകരിക്കാൻ അവർക്ക് പ്രയാസം. കേട്ടോളൂ സക്കരിയ സലാഹി പറയുന്നത്. പിന്നെ സാവതടാജലം വറ്റി നശിച്ചു സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലേ. പേർഷ്യൻ തീക്കുണ്ടങ്ങൾ പൊലിഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. മൗലൂദിന് ചെല്ലിയടക്കണതാ. പേർഷ്യയിലെ തീക്കുണ്ടം, അഗ്നിയാരാധന തീക്കുണ്ടം, വർഷങ്ങളായി കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കുണ്ടം റസൂൽ പ്രസവിച്ചു വന്നപ്പോൾ ഡിം അങ്ങ് പൊലിഞ്ഞു പോയി. പിന്നെ കൈസർ പീഠം വിറച്ചു സല്ലല്ലാഹു അലാ മുഹമ്മദ്. കിസറിന്റെയും കൈസറിന്റെയൊക്കെ ഇരിപ്പിടങ്ങനെ ഇളകി എന്ന് മാത്രമല്ല, അവരെ കൊട്ടാരത്ത് കുറെ താഴികക്കുടങ്ങൾ തകർന്നു വീണു. പച്ച നുണകളൊക്കെ എഴുതി വിട്ടേക്ക. ഇതൊന്നും ചരിത്രം കൊണ്ട് തെളിയിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. പച്ച നുണ. ചാ എന്നതിന് ശബ്ദ കൂട്ടിയവന്റെ വിഷയം നുണയാവോ? 20ഓളം ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള സംഭവങ്ങളാണിത്. ഇതാ ഇയാൾ പറയുന്നത് പച്ച നുണയാണ്. നോക്ക് നിങ്ങൾ. അപ്പൊ എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുമ്പോൾ ഇത്രയും അത്ഭുതങ്ങൾ ഉണ്ടായി എന്ന് വന്നാൽ അത് സാധാരണ മനുഷ്യനല്ല എന്ന് വരും. അതാണ് പ്രശ്നം. സാധാരണ മനുഷ്യനല്ല, അസാധാരണ വ്യക്തിത്വമാണ് എന്ന് വരും. മുജാഹിദ് പറയുന്നതോ അള്ളാഹുവിൻ്റെ റസൂല് തങ്ങൾക്ക് അസാധാരണത്വമില്ല. നേരത്തെ സുല്ലമി പ്രസംഗിച്ച് ഞാൻ കേൾപ്പിച്ചില്ലേ? ഇതാണ് സഹോദരന്മാരെ ഇവരുടെ വിശ്വാസം. ഒരുപാട് പറയാനുണ്ട്, അതെല്ലാം കൂടി പറയാൻ സമയമില്ല. നോക്ക് നിങ്ങൾ, നമ്മുടെ നബിദിനാഘോഷ റാലിയിൽ നമ്മൾ വിളിക്കുന്ന ഒരു മുദ്രാവാക്യം മുജാഹിദ് പറയുന്നത് നിങ്ങൾ ചിന്തിക്കണം. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് നമ്മുടെ മുദ്രാവാക്യമാണത്ര റബീഉൽ അവ്വൽ മാസത്തിൽ. എന്താ? അപ്പ് അപ്പ് മുഹമ്മദ് നബി, ഡൗൺ ഡൗൺ ഈസാ നബി. കേട്ടോ, ഞാൻ വെറുതെ പറയല്ല. മുജാഹിദ് നേതാവ് സക്കരിയ സലാഹി വെച്ചു കൊടുത്ത ജന്മദിനത്തിന് അപ്പ് അപ്പ് മുഹമ്മദ് നബി, ഡൗൺ ഡൗൺ ഈസാ നബി. അപ്പൊ റസൂലുള്ളാഹിനെ അപ്പാക്കണമെങ്കിൽ ഈസാ നബിയെ ഡൗൺ ആക്കണം വേണ്ടേ? റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിന് അപ്പ് അപ്പ് മുഹമ്മദ് നബി, ഡൗൺ ഡൗൺ ഈസാ നബി. അപ്പൊ റസൂലുള്ളാഹിനെ അപ്പാക്കണമെങ്കിൽ ഈസാ നബിയെ ഡൗൺ ആക്കണം വേണ്ടേ? ഇതൊക്കെ നമ്മളെ പ്രകടനത്തിൽ വിളിക്കാറുണ്ട്. എന്താ ഇയാൾ ഈ പറയണം? നിങ്ങൾ ചിന്തിച്ചു നോക്കണം. പച്ച നോണങ്ങട് പറയല്ലേ. നമ്മളൊക്കെ നാട്ടിൽ പോയാൽ നബിദിനാഘോഷയിൽ പങ്കെടുക്കുന്നവർ, റാലി നടക്കുന്നവരുമാണ്. ഏത് നബിദിന റാലിയിലായി നടക്കാറുള്ളത്? അപ്പ് അപ്പ് മുഹമ്മദ് നബി, ഡൗൺ ഡൗൺ ഈസാ നബി എന്നൊക്കെ പറയലുണ്ട്. പച്ച നോണ. അപ്പം എന്താ? സത്യം പറഞ്ഞാൽ മുജാഹിദുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ റസൂലിനെ ഇടിച്ചു താഴ്ത്തുന്നതിൻ്റെ ഭാഗമായിട്ട്. എത്രത്തോളം എന്നറിയോ? ഞാനൊരു കാര്യം പറയാം. മുജാഹിദുകളുടെ നേതാവ് ഹുസൈൻ സലഫി പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ സയ്യിദിനാന്ന് കൂട്ടാൻ പാടില്ല. സയ്യിദിന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞങ്ങളുടെ നേതാവ്. നമ്മളൊക്കെ സ്വലാത്ത് ചൊല്ലുമ്പോൾ എങ്ങനെ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അള്ളാഹുവേ, ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിയുടെ പേരിൽ നീ സ്വലാത്ത് ചെയ്യണേ അല്ലാ. നമ്മളൊക്കെ സ്വലാത്ത് ചൊല്ലുന്നത് അങ്ങനെയാണെങ്കിൽ മുജാഹിദിന്റെ നേതാവ് ഹുസൈൻ സലഫി അനുയായികളെ വിളിച്ചു ഉപദേശിക്കുകയാണ്. എന്ത്? നിങ്ങൾ സ്വലാത്ത് ചൊല്ലുമ്പോ സയ്യിദിന എന്ന് ചേർക്കരുതേ. സയ്യിദിന എന്ന് പറഞ്ഞ അർത്ഥം ഞങ്ങളുടെ നേതാവ്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് എന്താ? അന സയ്യിദു വുൽദി ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാകുന്നു, മനുഷ്യരുടെ നേതാവാണ് ഞാൻ എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. മുജാഹിദ് നേതാവ് പറയുന്നു അങ്ങനെ നിങ്ങൾ സയ്യിദിന എന്ന് കൂട്ടരുത്.
ഞാൻ കേൾപ്പിച്ചു തരാം. ഹുസൈൻ സലഫി പറയുന്ന 33 വെച്ചു കൊടുത്ത അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയാറുണ്ട്. സയ്യിദിന എന്ന് നമ്മൾ ചേർത്ത് കൊടുക്കരുത്. സയ്യിദിന എന്ന് നമ്മൾ ചേർത്ത് കൊടുക്കരുത്. കണ്ടോ, സയ്യിദിനാന്ന് നമ്മൾ ചേർത്ത് കൊടുക്കരുത്. ഓ, എന്തൊരു സങ്കടം നോക്കുങ്ങൾ. സയ്യിദിന എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താ? അന സയ്യിദു ഉൽദി ആദം, ഞാൻ മനുഷ്യരുടെ മുഴുവനും നേതാവാകുന്നു. ഖാല റസൂലുള്ളാഹി. മുജാഹിദ് നേതാവ് പറഞ്ഞത് എന്താ? സയ്യിദിന കൂട്ടിക്കൊടുക്കരുത്. നിങ്ങൾ ചിന്തിക്ക്. അങ്ങനെ ഞങ്ങളിത് ഈ ക്ലിപ്പ് വെച്ചുകൊണ്ട് പ്രസംഗിച്ചു, തെളിവുകൾ സഹിതം സമർത്ഥിച്ച് പ്രസംഗിച്ചപ്പോ മുജാഹിദ് നേതാക്കൾ ഉത്തരം മുട്ടിയിട്ട് പറഞ്ഞു, സയ്യിദിനക്ക് കുഴപ്പമില്ല. ഞാൻ കേൾപ്പിച്ചുതരാം. സക്കരിയ സലാഹി പറയുന്നത് കേട്ടോളൂ. നാരിയത്ത് സലാത്തിലുള്ളത് എന്താ? അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമിലത്തൻ വസല്ലി സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദ് ലാ സയ്യിദിനാ മുഹമ്മദ് ലാ സയ്യിദിനാ മുഹമ്മദ്. അതിൽ കുഴപ്പമില്ല. അല്ലാഹുവേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്പൂർണ്ണമായ സ്വലാത്ത്, സമ്പൂർണ്ണമായ അനുഗ്രഹം നൽകണേ. അദ്ദേഹത്തിന് സമ്പൂർണ്ണമായ രക്ഷ നൽകണേ. ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിക്ക്, ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിക്ക്, ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിക്ക്. പിന്നെയാണ് അപ്പൊ നേതാവായ മുഹമ്മദ് നബിക്ക് എന്ന സയ്യിദിന കുഴപ്പമില്ല. നിങ്ങൾ ചിന്തിക്കണം. ആദ്യം പറഞ്ഞ എന്താ? സയ്യിദിന കൂട്ടരുത്. അപ്പൊ ഇത് രണ്ടും വെച്ചു. ഞാൻ ചാലിയത്ത് പ്രസംഗിച്ചപ്പോൾ ഇത് രണ്ടും കൂടി വെച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, എന്താണ് ഈ പറഞ്ഞത്? അപ്പൊ മൂപ്പര് പറഞ്ഞു, അതെ, അത് ചില കാര്യങ്ങൾ അങ്ങനെയാണ്. അയാളെന്ന് പറഞ്ഞ മറുപടി ഞാൻ പറയുന്നില്ല, അയാൾ പറഞ്ഞത് കേട്ടോളൂ. ഇതിന് ഇങ്ങനെ ആവാനുള്ള കാരണത്തെക്കുറിച്ച് അയാൾ പറയട്ടെ. ഈ സത്യവും ഗർഭവും കുറെ കാലം മറച്ചേക്കാൻ കഴിയൂല. ഈ സത്യവും ഗർഭവും കുറെ കാലം മറച്ചേക്കാൻ കഴിയൂല. സത്യം അങ്ങനെയാണ്, കുറെ കഴിഞ്ഞാൽ വെളിപ്പെടും. ഗർഭം അങ്ങനെ തന്നെ, കുറച്ചൊക്കെ അങ്ങനെ മറച്ചു വെക്കാം, പിന്നെ അത് പൊന്തും എന്നതുപോലെ ഈ സത്യം കുറെ കാലം ഒന്നും മറച്ചേക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെയാണ് പറഞ്ഞതാണ്. ഇതാണ് ഇപ്പോൾ അയാൾ പറയുന്നത്. സത്യവും ഗർഭവും അധികകാലം മറച്ചു വെക്കാൻ കഴിയില്ല. ഇതാണ് ഇവരുടെ അവസ്ഥ. പ്രമാണങ്ങളെ കുറിച്ച് അറിയില്ല. സഹോദരന്മാരെ, നമ്മൾ പൂർവികരായി പഠിപ്പിച്ചു വരുന്ന വിശ്വാസ ആചാരങ്ങൾ ഏതുണ്ടോ എല്ലാ ആചാരങ്ങളെയും കുഴിച്ചു മൂടുന്നു. ഓരോന്ന് വിശദീകരിക്കുകയാണെങ്കിൽ ഇപ്പം നേരം വെളുക്കോളം പറയാനുണ്ട്. ഒരൊറ്റ കാര്യം ഞാൻ പറയട്ടെ. നമ്മുടെ പ്രവർത്തകന്മാർ, നേതാക്കൾ പറയുന്നത് കുറച്ച് സമയം സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവസരവും കൂടി കൊടുക്കണം എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ സമയം ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഈ 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. പിന്നെ നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. നിങ്ങൾ നോക്ക്, ഒരു മുസ്ലിമായ കുഞ്ഞ് ഒരു മനുഷ്യന് പിറന്നാൽ പരമ്പരാഗതമായി പ്രവാചകരുടെ കാലഘട്ടം മുതൽ 14 നൂറ്റാണ്ട് കാലം ചെയ്തു വരുന്ന കാര്യം എന്താ? നമുക്കൊക്കെ ഒരു കുട്ടി ഉണ്ടായാൽ നമ്മൾ ആദ്യം ചെയ്യെന്താ? സുബ്ഹാനല്ലാഹ്, വലത്ത് കാതിൽ ബാങ്ക് കൊടുക്കും, ഇടത്തെ ചെവിയിൽ ഇഖാമത്ത് കൊടുക്കും. ഇത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് എന്താ? അങ്ങനെ ഒരാൾ ചെയ്താൽ ലം തളുറഹു ഉമ്മു സിബിയാൻ ഖാല റസൂലുള്ളാഹി. അങ്ങനെ ചെയ്താൽ പൈശാചിക ബാധ അവനെ ഏൽക്കില്ല. വലത് കാതിൽ ബാങ്കും ഇടത് കാതിൽ ഇഖാമത്തും കൊടുക്കണം ഒരു കുഞ്ഞ് ജനിച്ചാൽ എന്ന ഇസ്ലാം പഠിപ്പിച്ച സുന്നത്താണത്. എന്നാൽ നിങ്ങൾക്കറിയോ, മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ വന്നതിന് ശേഷം ആ സുന്നത്തിനെ അവരിങ്ങനെ കത്തിവെച്ചു. പഴയ കാലത്ത് അവർ പറഞ്ഞു, ബാങ്ക് കൊടുത്തോളി, പക്ഷേ ഇഖാമത്ത് കൊടുക്കാൻ പാടില്ല, അത് തെളിവില്ലാത്തതാണ് എന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പം ലേറ്റസ്റ്റ് അവരെത്തി നിൽക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ബാങ്കും വേണ്ട ഇഖാമത്തും വേണ്ട എന്നാ. അതൊക്കെ സുന്നത്തിന് വിരുദ്ധാണ്, അതൊന്നും സുന്നത്തില്ല, അതൊക്കെ പഴയ കാലത്ത് ചില പണ്ഡിതന്മാർ പറഞ്ഞു എന്നല്ലാതെ ഇപ്പം നമ്മൾ ആധുനിക ഹദീസ് പണ്ഡിതന്മാർ ഗവേഷണം ചെയ്ത് നോക്കിയപ്പോൾ അതൊന്നും സുന്നത്തില്ല എന്നാ മനസ്സിലാകുന്നത്. നോക്കണം നിങ്ങൾ. ഞാൻ വെറുതെ പറയല്ല, കേട്ടോളൂ. മുജാഹിദ് നേതാവ് സക്കരിയ സലാഹി ഗൾഫിലെത്തിയപ്പോൾ അയാളോടൊരു ചോദ്യം എഴുതി ചോദിക്കുക. അപ്പോൾ ആളൊരു തൊപ്പിയൊക്കെ വെച്ച് അയാൾ മറുപടി പറയാം. തൊപ്പി വെച്ചപ്പോൾ തന്നെ മനസ്സിലാക്കണം എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോവുകയാണ് അയാൾ. ചോദിച്ചിട്ടുള്ളത്, പ്രസവത്തോടനുബന്ധിച്ച് കുട്ടിയുടെ ചെവിയിൽ ബാങ്കും ഇഖാമത്തും വിളിക്കുന്നത് സുന്നത്താണോ? അബ്ദുസത്താർ ഖത്തീഫ്. യഥാർത്ഥത്തിൽ ഹദീസ് ഉണ്ടായത്, ആ ഹദീസുകളൊക്കെ ദുർബലാണ്. അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ആളുകൾ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഹദീസുകൾ പലതും കണ്ടതുകൊണ്ട് സഹിഹാണെന്ന് വിചാരിച്ചിട്ട് പല ഫുഖഹാക്കളും അത് സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാഹി പ്രസ്ഥാനം ആദ്യകാലത്ത് ബാങ്ക് ഉണ്ട്, ഇഖാമത്തില്ല എന്ന് നമ്മളൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ബാങ്കും യഥാർത്ഥത്തിൽ ആ ഹദീസിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ബാങ്കിനും വേറെ പ്രത്യേക ഹദീസൊന്നുമില്ല.
ഹദീസുകളെല്ലാം ദുർബലമാണെന്ന് ആധുനിക ഹദീസ് പണ്ഡിതന്മാർ സലക്ഷ്യം തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു സുന്നത്തില്ല. അതോ അങ്ങനെ ഒരു സുന്നത്തില്ല. ആധുനിക ഹദീസ് പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ ഒന്ന് സക്കരിയ സലാഹി തന്നെ, ഒന്ന് നമ്മളെ രാമനും ബാലനും ഒക്കെ മുസ്ലിമാന്ന് പറഞ്ഞ നമ്മളെ മുജാഹിദ് ബാലുശ്ശേരി ഉണ്ടല്ലോ. ഈ രൂപത്തിലുള്ള ആധുനിക ഹദീസ് പണ്ഡിതന്മാർ പറയുന്നു അങ്ങനെ ഒരു സുന്നത്തില്ല. നോക്ക് നിങ്ങൾ, ഇസ്ലാമിൽ 14 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള സുന്നത്താണിത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ പൈശാചിക ബാധ ഏൽക്കൂലാന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. പിശാചിന് അവനെ ശല്യം ചെയ്യാൻ കഴിയില്ല എന്ന് റസൂല് പറയുന്നു. അപ്പം ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പിശാചിന് ഇബ്ലീസിനൊരു അസ്വസ്ഥത ഉണ്ടാവുമല്ലോ. നിങ്ങളെ ഈ ബാങ്ക് ഇക്കാമത്തുള്ളത് കൊണ്ട് എനിക്ക് വല്ലാതാണ് കടക്കാൻ കഴിഞ്ഞില്ല, അപ്പോൾ അതുകൊണ്ട് മുജാഹിദിൻ്റെ നേതാക്കളോട് പറഞ്ഞിട്ട് ഒന്ന് ഒഴിവാക്കി തരണം, വേണ്ട കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്യണം, അതിന് നിങ്ങളൊന്ന് യോഗം കൂടണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പിശാചിനെ ഒപ്പിച്ച് ഇവർ യോഗം കൂടി തീരുമാനിച്ചിട്ട് പറഞ്ഞു അങ്ങനെ ഒരു സുന്നത്ത് തന്നെ ഇല്ല. നോക്ക് നിങ്ങൾ, ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ട് അതൊന്നും പുണ്യകർമ്മല്ല. ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറയാം. നമ്മുടെ ഒരു മുസ്ലിമായ മനുഷ്യൻ, ആ മുസ്ലിമായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യമാണ് അവർക്ക് വേണ്ടിയോ ഇന്നലെ വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ ഇന്ന് മരണപ്പെട്ടു, അവൻ്റെ പാരത്രിക മോചനത്തിനും അവനക്ക് കാരുണ്യം ലഭ്യമാവാനും വേണ്ടി മുസ്ലിങ്ങൾ ചെയ്യുന്ന കർമ്മമാണ് അവൻ്റെ മരിച്ചിടത്ത് ഖുർആൻ ഓതുക എന്നത്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്താ? ഇഖ്റഊ അലാ മൗതാകും സൂറത്ത യാസീൻ. നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ മേലിൽ നിങ്ങൾ യാസീൻ സൂറത്ത് പാരായണം ചെയ്യണേ. യാസീൻ സൂറത്ത് മരിച്ചവർക്ക് ഓതണമെന്ന് അല്ലാഹുവിൻ്റെ റസൂല് പറയുന്നു. സ്വഹാബത്തിന്റെ ചര്യ എന്താ? കാനത്തിൽ അൻസാറു യഖറഊന ഇൻദൽ മയ്യിത്തി ബിസൂറത്തിൽ ബഖറ. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അൻസാറുകളായ സ്വഹാബികൾ അവരുടെ അരികിൽ മയ്യത്തിന്റെ അരികിൽ വെച്ച് ഖുർആൻ പാരായണം സൂറത്തുൽ ബഖറ തന്നെ പാരായണം ചെയ്തിരുന്നു. ഹദീസുകളിൽ കാണാം. സ്വഹാബത്ത് പഠിപ്പിച്ച ആശയമാണ്, റസൂല് നിർദ്ദേശിച്ച കാര്യമാണ്. എന്നാൽ മുജാഹിദുകൾ ചെയ്യുന്നത് എന്താ? ഇതിനെ തകിടം മറിക്കുകയാണ്. അവർ പറയുന്നു നിങ്ങൾ ആ മരിച്ചിടത്ത് ഖുർആൻ ഓതാൻ പാടില്ല, മാതൃഭൂമി വായിച്ചോളി, എന്നാലും പറ്റൂല, മലയാള മനോരമ മാതൃഭൂമി ഒക്കെ വായിച്ചോളി, ഖുർആൻ ഓതാൻ പാടില്ല. ഞാൻ പറയല്ല, മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം. ഈ അബ്ദുൽ ലത്തീഫ് കരിമ്പിലാൽ എന്നൊരു സാധനത്തിന് കേട്ടില്ലേ? മൂപ്പരെയായിട്ട് ഇവിടെ വെച്ചിട്ട് സുലൈമാൻ സക്കാഫി ഒരു വീട്ടിൽ വെച്ചിട്ട് ഒരു ചെറിയ ഡയലോഗ് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും കുറച്ചു മുമ്പ്. അപ്പോ അലവി സക്കാഫിന്റെ ചോദ്യം എന്താ? ചോദ്യം എന്നറിയോ? ചോദ്യം അതാണ്, ഒരു മരിച്ച വീട്ടിൽ ഖുർആൻ വായിക്കലാണോ നല്ലത്, മാതൃഭൂമി, മലയാള മനോരമ, മാധ്യമം പോലെയുള്ള പത്രങ്ങൾ വായിക്കലാണോ നല്ലത്? അപ്പോ വിവരല്ലേലോ. അതുകൊണ്ട് മൂപ്പര മറുപടി എന്തറിയോ? ഖുർആൻ വായിക്കലാണ് നല്ലത്. അച്ചോദ്യം എന്നോടാണ്, ഞാൻ എന്താ പറയോ? മാതൃഭൂമി വായിക്കലാണ് നല്ലത്. ക്ഷമിക്കണേ, ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കാതെ എഴുന്നേറ്റ് പോരുത്, ബാക്കിയുടെ കേട്ടോ എന്താ പറയുന്നത്. ആ ചോദ്യം എന്നോടാണ്, ഞാൻ പറയും മാതൃഭൂമി പത്രം വായിക്കലാണ് ഇവിടെ നല്ലത്. ആ ചോദ്യം എന്നോടാണ്, ഞാൻ പറയും മാതൃഭൂമി പത്രം വായിക്കലാണ് ഇവിടെ നല്ലത്. എന്താ കാരണം? ഒരാള് നമ്മളോട് ചോദിക്കാണ്, കക്കൂസിൽ ഖുർആൻ ഓതലാണോ നല്ലത്, മാതൃഭൂമി പത്രം വായിക്കലാണോ നല്ലത് എന്ന് ചോദിച്ചാൽ കരിമ്പിലാക്കൽ ചിലപ്പം പറയായിരിക്കും. നമ്മൾ കരിമ്പിലാക്കലല്ലോ അല്ലേ, നമ്മൾ ഈമാൻ കിട്ടി മരിക്കണം എന്ന് വിചാരിക്കുന്നവരാണല്ലോ. ആ ആളുകൾ മനസ്സിലാക്കുക, നമ്മൾ പറയും ഖുർആൻ വായിക്കല് തെറ്റും, മാതൃഭൂമി വായിക്കല് കുഴപ്പമില്ല. മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഖുർആനിന്റെ ആയത്ത് കീശയിലിട്ട് ബാത്റൂം പോകാൻ പാടില്ല. അവിടെ ഒരുത്തൻ ചോദിക്കാണ്, അവിടെ മാതൃഭൂമി വായിക്കാവോ ഖുർആൻ വായിക്കാവോ എന്ന് ചോദിച്ചാൽ മാതൃഭൂമി വായിക്കാം, ഖുർആൻ വായിച്ചൂടാന്നാ മറുപടി. അതാണ് ആദർശം, അതാണ് ആശയം. മരിച്ചിടത്ത് ഓതാൻ പാടില്ല, നബി ഓതിയിട്ടില്ല. അപ്പോ മരിച്ച വീട്ടിൽ മാതൃഭൂമി ഓതിയാ കുഴപ്പമില്ല, ഖുർആൻ ഓതിയാ കുഴപ്പ. മരിച്ച വീട്ടിൽ മാതൃഭൂമി ഓതിയാ കുഴപ്പമില്ല, ഖുർആൻ ഓതിയാ കുഴപ്പ. മരിച്ച വീട്ടിൽ മാതൃഭൂമി ഓതിയാ കുഴപ്പമില്ല, ഖുർആൻ ഓതിയാ കുഴപ്പമാണ്. മനസ്സിലായില്ല നിങ്ങൾ? ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മരിക്കുമ്പോഴേക്ക് കക്കൂസിന്റെ മാതിരിയാ. മുജാഹിദ് മരിക്കുമ്പോഴേക്ക് പിന്നെ കക്കൂസ് പോലെ ആകുകയാണ്, പിന്നെ അവിടെ ഖുർആൻ ഓതാൻ പാടില്ല. എന്താണ് ഇവർ ഈ പറയുന്നത്? നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ, ഇത് മതമാണോ? ഇത് ദീനാണോ? വിശദീകരിക്കാൻ ഒരുപാടുണ്ട്, സമയമില്ലാത്തത് കൊണ്ടാണ്. സ്വഹാബികൾ പഠിപ്പിച്ച ഇസ്ലാം ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തി. ഏതാ? പൂർവീകരായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അല്ലേ, നിസ്കാരത്തിന് ശേഷം ഖുനൂത്ത് അല്ലാത്ത കൂട്ടുപ്രാർത്ഥന നിർവഹിക്കുന്നു. അതുപോലെ തന്നെ സുബ്ഹി നിസ്കാരത്തിൽ നമ്മൾ ഖുനൂത്ത് ഓതുന്നു, സുന്നത്താണ്. വ്യത്യസ്ത ഹദീസുകൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
വഫാത്താകുന്നത് വരേക്കും സുബ്ഹി നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതിയിരുന്നു. അതുപോലെ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥന, കൂട്ടപ്രാർത്ഥന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം സുബ്ഹി നിസ്കരിച്ചു. ഫലമ്മ സല്ലമ ഇൻഹറഫ, സലാം വീട്ടിയപ്പോൾ തിരിഞ്ഞിരുന്നു. അവിടെ നിന്ന് ദുആയിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദിമുദ്ദിന, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സ്വാഇന, അല്ലാഹുവേ ഞങ്ങൾക്ക് ഞങ്ങളുടെ മുദ്ദിൽ, ഞങ്ങളുടെ സ്വായിൽ ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചൊരിയണേ. കൂട്ടമായി റസൂലുള്ള ദുആ ചെയ്യുന്നു. സ്വഹാബത്തും നബി തങ്ങളൊക്കെ ചെയ്ത പരിപാടിയാണിത്. പക്ഷേ മുജാഹിദുകൾ ഇത് രണ്ടിനെയും കുറിച്ച് പറയുന്നത് എന്താണെന്നറിയോ? 14 നൂറ്റാണ്ടുകാലം മുസ്ലിങ്ങൾ അനുവർത്തിച്ചു വന്ന ഈ ആശയത്തെക്കുറിച്ച് അവർ പറയുന്നത് എന്താ? ഇതിലും നല്ലത് വ്യഭിചരിക്കലാണ്, മോഷ്ടിക്കലാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, മുജാഹിദ് നേതാവ് പറയുന്നത് കേട്ടോളൂ. ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമം പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്, നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്. സുബഹിക്ക് ശേഷമുള്ള കുനൂത്ത്, അപ്പൊ അത് എപ്പോഴാ ഓതലെന്ന് വരെ ഈ സാധുവിന് അറിയില്ല. കുനൂത്ത് സുബഹിക്ക് ശേഷം ഓതല്, സുബഹി നിസ്കാരത്തിലല്ലേ ഓതല്, അതൊന്നും അറിയില്ല. ഈ ആഫീസിൽ നിന്നുള്ള ഷീട്ട് ഇങ്ങനെ പറയാണ്. പറയട്ടെ. നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്, ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്, ഇത് പറഞ്ഞവൻ KNM-ന്റെ പ്രസിഡന്റ് അല്ല, സെക്രട്ടറി അല്ല. സമൂഹമേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല? ഒരാൾ വ്യഭിചരിക്കുന്നത് കണ്ടാൽ, മറുഭാഗത്തൊരാൾ നമസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥന കണ്ടാൽ, പിശാച് ഏറെ സന്തോഷിക്കുക. വ്യഭിചരിക്കുന്ന പ്രവൃത്തിയല്ല ഈ കൂട്ടുപ്രാർത്ഥന നടത്തുന്ന മുസ്ലിയാരെ കൊണ്ടാണ് എന്ന് പറയുന്നത് സുഫിയാനു സൗരിയാണ്. ഈ കൂട്ടുപ്രാർത്ഥന നടത്തുന്ന മുസ്ലിയാരെ കൊണ്ടാണ് എന്ന് പറയുന്നത് സുഫിയാനു സൗരിയാണ്. ഈ കൂട്ടുപ്രാർത്ഥന നടത്തുന്ന മുസ്ലിയാരെ കൊണ്ടാണ് എന്ന് പറയുന്നത് സുഫിയാനു സൗരിയാണ്. ഈ കൂട്ടുപ്രാർത്ഥന നടത്തുന്ന മുസ്ലിയാരാണ് വലിയ മോശക്കാരൻ, അതിലും നല്ലത് വ്യഭിചരിക്കലാണെന്ന് പറയുന്നത് സുഫിയാനു സൗരിയാണ്. പടച്ചോനെ, സുഫിയാനു സൗരി ഇത് അറിഞ്ഞിട്ട് കൂടിയില്ല. പച്ച നുണങ്ങനെ പറയാ. എന്താ പറയുന്നത്? കൂട്ടപ്രാർത്ഥന നിർവഹിക്കുക അല്ലെങ്കിൽ ഖുനൂത്ത് നിർവഹിക്കുക. ഇതിലേറെ നല്ലത് എന്താണ്? വ്യഭിചരിക്കലാണ് അല്ലെങ്കിൽ മോഷണം നടത്തലാണ്. മഅദല്ലാഹ്. നിങ്ങൾ ചിന്തിക്കണം, അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചൊരു സുന്നത്ത് അല്ലേ? പൂർവിക ഇമാമുകളും സലഫുസാലികളും കാണിച്ചു തന്ന ഒരു മാതൃക അനുവർത്തിക്കുന്ന ആളുകളെ കുറിച്ച് പറയുന്നത് ഇതിന് നല്ലത് വ്യഭിചരിക്കലാണ്, മോഷ്ടിക്കലാണ്. ഇതാ മുജാഹിദ് പ്രസ്ഥാനം. നമ്മുടെ ഇസ്ലാമിക കർമ്മങ്ങളും ആചാരങ്ങളും ഒക്കെ കുഴിച്ചു മൂടി നമ്മിൽ നിന്ന് ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാനുള്ള കുതന്ത്രമായ കുൽസിതമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് അതിന് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും പേരുകൾ ദുരുപയോഗപ്പെടുത്തി പ്രവർത്തിക്കുകയാണ്. നമ്മൾ ആരും വഞ്ചിതരാകരുത് എന്ന് മാത്രമാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മുടെ തൗഹീദ്, നമ്മുടെ ഈമാൻ, നമ്മുടെ ഹിദായത്ത് അത് ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു. സയകൂനു ഫി ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂൻ. അവസാന നാളിൽ കുറെ ദജ്ജാലുകൾ വരും. എന്താണ് അതിൻ്റെ അർത്ഥം? സത്യവും അസത്യവും കൂട്ടിക്കുഴക്കുന്നവർ. കദ്ദാബൂന, വല്ലാതെ കളവ് പറയുന്ന വിഭാഗം ഇവിടെ വരാൻ പോകുന്നു. റസൂലുള്ളാഹി പറഞ്ഞു, അവരെ തിരിച്ചറിയാനുള്ള അടയാളം എന്താ? യഅ്തൂനകും മിനൽ ഹദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. നിങ്ങളും നിങ്ങളുടെ ബാപ്പമാരും കേട്ടുകേൾവിയില്ലാത്ത ആശയങ്ങളാണ് അവർ നിങ്ങളോട് പറയുക. പുതിയ പുതിയ ആശയങ്ങൾ പൂർവികർ പഠിപ്പിച്ച ആശയമല്ല. ഫഇയ്യാകും വഇയ്യാഹും. അവരെ നിങ്ങൾ സൂക്ഷിക്കണം, അവരെ നിങ്ങൾ കരുതലോടെ തന്നെ കാത്തു കഴിയണം. ലാ യുളില്ലൂനകും വലാ യഫ്തിനൂനകും. അവർ നിങ്ങളെ പിഴപ്പിക്കരുതേ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മളൊക്കെ നമ്മുടെ ഈമാനും ഹിദായത്തും സംരക്ഷിക്കുകയും അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. അള്ളാഹു യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറപ്പിച്ച് മരണം വരെ നിലനിൽക്കാനുള്ള മഹാഭാഗ്യം നമുക്കെല്ലാവർക്കും, നമ്മുടെ സന്താന പരമ്പരകൾക്കും കൂട്ടുകുടുംബാദികൾക്കും വേണ്ടപ്പെട്ടവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി ചോദ്യവും അല്ലെങ്കിൽ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ള അവസരമുണ്ട്. ആ കാര്യത്തിനുള്ള അതിനായി ഏതാനും സമയം നീക്കിവെക്കുകയാണ്. ഇവിടെ വെള്ളിയാഴ്ച ദിനങ്ങളിൽ സുന്നികളായ ആളുകൾ തന്നെ ഇവിടുത്തെ പള്ളികളിൽ മലയാള കുത്തുബ എന്നുള്ള ബോർഡുള്ള പള്ളികളിൽ അധികമായിട്ട് പോകുന്നുണ്ട്.
പക്ഷെ അതിന് അവരോട് മറുപടി ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് പോകുന്നത്, അതിനെന്താണ് മോശം അല്ലെ അതിനെന്താണ് പ്രോബ്ലം, ജുമാ ചെയ്യാവൂലേ എന്നുള്ള ചോദ്യം തിരിച്ചു വരുന്നുണ്ട്. ഉസ്താദ് ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. മലയാളത്തിൽ പ്രസംഗിക്കുന്ന ജുമുഅയിൽ ആ ജുമുഅയിൽ പങ്കെടുക്കുക എന്നത് ഖുതുബയുടെ സിഹത്തിനെ ബാധിക്കുന്ന വിഷയമാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഖുതുബ സഹീഹാവുകയില്ല. അതിന് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും താബിഉകളും എല്ലാവരും ഖുതുബ നിർവഹിച്ചത് അറബി ഭാഷയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടതെങ്കിൽ അപ്രകാരമാണ് നിങ്ങൾ നിർവഹിക്കേണ്ടത് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചപ്പോൾ ഖിബിലയിലേക്ക് മുന്നിട്ടുകൊണ്ടാണ് നിസ്കരിച്ചത്. വെള്ളിയാഴ്ച ദിവസത്തിൽ റസൂലുള്ളാഹി തങ്ങൾ ളുഹുറിൻ്റെ സമയത്ത് 4 റക്അത്ത് നിസ്കരിച്ചിട്ടില്ല, 2 റക്അത്താണ് നിസ്കരിച്ചത്. ആ നിസ്കരിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹി 2 ഖുതുബ നിർവഹിച്ചുകൊണ്ടാണ് നിസ്കരിച്ചത്. അതുകൊണ്ട് നമ്മളും അങ്ങനെ നിർവഹിക്കണം. ആ 2 ഖുതുബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറബിയിലല്ലാതെ നിർവഹിച്ച ചരിത്രം ഇല്ല. അതുകൊണ്ട് നമ്മളും അങ്ങനെ നിർവഹിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഇസ്ലാം പഠിച്ച സ്വഹാബികൾ താബിഉകൾ 1350 കൊല്ലക്കാലം, എത്ര 1350 കൊല്ലക്കാലം ലോകത്തെല്ലായിടത്തും ഖുതുബ അറബി ഭാഷയിൽ മാത്രമേ നിർവഹിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത്, എല്ലാ ഇമാമികളും പറഞ്ഞിട്ടുണ്ട്, ഖുതുബ അറബി ഭാഷയിലായിരിക്കൽ നിബന്ധനയാണ്, ജുമുഅ സ്വഹീഹാവാനുള്ള നിബന്ധനയാണ്. അതുകൊണ്ട് അറബി ഭാഷയിലല്ലാതെ പറ്റില്ല. ലോകത്താദ്യമായി ഖുതുബ അറബി അല്ലാത്ത ഭാഷയിൽ നിർവഹിച്ചത് ചരിത്രത്തിൽ കാണാം. തുർക്കി റിപ്പബ്ലിക്കിൻ്റെ പ്രസിഡന്റായി രംഗത്ത് വന്ന മുസ്തഫ കമാൽ പാഷയാണ് ആദ്യമായി തുർക്കി ഭാഷയിലാണ് ഖുതുബ നിർവഹിച്ചത്. ഖുതുബ മാത്രമല്ല, നിസ്കാരത്തിൻ്റെ ദിക്റുകളും തക്ബീറുകളും എല്ലാം അറബി ഭാഷയിൽ നിന്നും മാറ്റി അന്നത്തെ തുർക്കി ഭാഷയിലേക്ക് അയാൾ പരിവർത്തനം ചെയ്യിപ്പിച്ചു എന്നാണ്. ഇത് എഴുതി വച്ചിട്ടുള്ളത് മുജാഹിദുകളുടെ നേതാവ് റഷീദ് റിളയുടെ തഫ്സീറുൽ മനാറിൻ്റെ 313 പേജ് 9 വാള്യത്തിലാണ്. അപ്പോൾ അതിനു മുമ്പ്